നമസ്കാരം. രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റാണ് ഫെബ്രുവരി 1-ാം തീയതി നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കാൻ പോകുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വരുന്ന ഇടക്കാല ബജറ്റ് ആയതുകൊണ്ട് തന്നെ നിരവധി വമ്പൻ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ സാമ്പത്തിക നിരീക്ഷകർ ഒരുപോലെ അഭിപ്രായപ്പെടുന്നത്. അടിസ്ഥാന മേഖലയിലും അതിനോടൊപ്പം വിദ്യാഭ്യാസ മേഖലയിലും കൂടുതൽ പദ്ധതികൾ പ്രഖ്യാപിച്ചേക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അതിനോടൊപ്പം തന്നെ വ്യക്തിഗത ആദായ നികുതിയുടെ ഉയർന്ന സർചാർജ് 37% നിന്നും 25% കുറച്ച നടപടി തുടരാനുള്ള സാധ്യതയുമുണ്ട്. 30,000 രൂപയ്ക്ക് മുകളിൽ ആദായ നികുതി സ്ലാബിലുള്ളവർക്കാണ് ഇത്തരത്തിൽ സർചാർജ് നൽകേണ്ടത്. ഭവന വായ്പകൾക്കും വലിയ തോതിലുള്ള ഇളവുകൾ ഈ ബജറ്റിൽ പ്രതീക്ഷിക്കാം. നിലവിൽ ഭവന വായ്പയുടെ പലിശയിൽ 2 ലക്ഷം രൂപ വരെ കിഴിവ് അനുവദിച്ചിട്ടുണ്ട്. ഇത് 3 ലക്ഷമായി ഉയർന്നേക്കാം എന്നുള്ള അഭ്യൂഹങ്ങളും വരുന്നു. ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നതിന് ലോൺ എടുത്തവർക്ക് ഇളവ് നൽകുന്നതും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. നമുക്കറിയാം, ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നു ഇനി ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതലായി പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് എന്ന്. തീർച്ചയായും ഇതിനോട് ബന്ധപ്പെട്ട ഒരു നയം ഈ ബജറ്റിൽ ഉണ്ടായേക്കാം എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതിനോടൊപ്പം തന്നെ സ്വകാര്യ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കോർപ്പറേറ്റുകൾക്ക് പുതിയ നിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിന് ഇളവ് നൽകിയ 15% ആദായ നികുതി നിരക്ക് 2025 മാർച്ച് 31 വരെ ഇടക്കാല ബജറ്റിലൂടെ സർക്കാർ നീട്ടിയേക്കാം എന്നുള്ള സൂചനയും പുറത്തു വരുന്നു. നിലവിൽ എന്തായാലും സ്ത്രീകൾ, യുവാക്കൾ, കർഷകർ, ദളിത് സമൂഹം തുടങ്ങിയവർക്കൊക്കെ വലിയ സർപ്രൈസുകൾ മോദി സർക്കാർ ഈ ബജറ്റിൽ ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്, പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ഈ ഇടക്കാല ബജറ്റിനുള്ള പ്രത്യേകതകൾ ഏറെയാണ്. ഇതിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങളായിരിക്കും ഒളിഞ്ഞിരിക്കുക എന്നറിയാൻ ഇനി 5 ദിവസം കൂടി മാത്രമേ കാത്തിരിക്കേണ്ടതുള്ളൂ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.